അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹൽ അഹിബ്ബ, മർഹബൻ ബിക്കും, അഹ്ലൻ വസഹ്ലൻ. മൻസിലുൻ ലിസമീൽ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു. കൂട്ടുകാരന് ഒരു വീട്. ഐമൻ എന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി അവൻ്റെ കൂട്ടുകാരെല്ലാം വീട് നിർമ്മിച്ചു നൽകിയ ഒരു കഥയായിരുന്നു നമ്മൾ പഠിച്ചത്. ആ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം. നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. ഇവിടെ ബോക്സിലായി കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസുകൾ പരിശോധിച്ചാൽ റെഡ് കളറിലായി ചില വേർഡ്സ് തന്നിട്ടുള്ളതായി നമുക്ക് കാണാം. ഈ വേർഡ്സിനെല്ലാം ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവയെല്ലാം ഫിഅലുകളാണ്. ഫിഅല് എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫിഅല് എന്നാൽ പ്രവൃത്തി, അതായത് ആക്ഷൻ. നാം ചെയ്യുന്ന ഓരോ ആക്ഷനുമാണ് അല്ലെങ്കിൽ പ്രവൃത്തികളാണ് ഫിഅല് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ അതിന് വെർബ് എന്നാണ് പറയുക. തന്നിരിക്കുന്ന സെന്റൻസുകളെ നമുക്ക് നോക്കാം. 2 കോളങ്ങളിലായിട്ടാണ് ഈ സെന്റൻസുകൾ തന്നിരിക്കുന്നത്. ലഗൈബ സാമിറുൻ ഖുറത്തുൽ ഖദം. സാമിർ ഫുട്ബോൾ കളിച്ചു. ലഗൈബ എന്നാൽ കളിച്ചു. നെക്സ്റ്റ് കോളം യൽഅബു സാമിറുൻ ഖുറത്തുൽ ഖദം. സാമിർ ഫുട്ബോൾ കളിക്കുന്നു. ഇവിടെ ലഗൈബ എന്നാൽ കളിച്ചു, യൽഅബു എന്നാൽ കളിക്കുന്നു. ഈ 2 വേർഡ്സും പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഒന്ന് ചെയ്തു പോയ ഒരു പ്രവൃത്തിയും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയുമാണ്. അതായത് ഫിഅല് മാളി വ ഫിഅല് മുദാരി. ഫിഅല് മാളി എന്നാൽ പാസ്റ്റ് ടെൻസ്, ഫിഅല് മുദാരി എന്നാൽ പ്രസന്റ് ടെൻസ്. എന്താണ് പാസ്റ്റ് ടെൻസ്? കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയുന്നത്. ഫിഅല് മുദാരി പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെയാണ് ഫിഅല് മുദാരിഅലായി നമ്മൾ പറയുന്നത്. നടന്നുകൊണ്ടിരിക്കുന്നതും അതോടൊപ്പം വരാനിരിക്കുന്ന പ്രവൃത്തികളെയും നമ്മൾ അറബിയിൽ ഫിഅൽ മുദാരിഅൽ പറയും. അടുത്ത സെന്റൻസ് എന്താണ്? സറഅ ഹാമിദുൻ ഫിൽ ഹഖലി. ഹാമിദ് വയലിൽ കൃഷി ചെയ്തു. സറഅ എന്നാൽ കൃഷി ചെയ്തു. അടുത്ത കോളം യസ്റഉ ഹാമിദുൻ ഫിൽ ഹഖലി. ഹാമിദ് വയലിൽ കൃഷി ചെയ്യുന്നു. സറഅ കൃഷി ചെയ്തു, യസ്റഉ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സറഅ ഫിഅല് മാളി പാസ്റ്റ് ടെൻസ് കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തിയും യസ്റഉ കൃഷി ചെയ്യുന്നു എന്നത് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യവുമാണ്. അതായത് ഫിഅല് മുദാരിഅണ്. അടുത്ത സെന്റൻസ് കതബത് നസീമത്തു ദറസ. നസീമ ചാപ്റ്റർ എഴുതി. കതബത് എന്നാൽ എഴുതി. തക്തുബു നസീമത്തു ദറസ. നസീമ ചാപ്റ്റർ എഴുതുന്നു. തക്തുബു എന്നാൽ എഴുതുന്നു. കതബത് എഴുതി, തക്തുബു എഴുതുന്നു. കതബത് ഫിഅല് മാളി, തക്തുബു ഫിഅല് മുദാരി. ഈ സെന്റൻസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് മുഅന്നസ് ആണ്. മുഅന്നസ് എന്നാൽ ഫെമിനൈൻ വേർഡ്, സ്ത്രീലിംഗം. നസീമയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. നസീമ ഒരു ഗേളാണ്. ഗേൾ വരുമ്പോൾ കതബ എന്നത് കതബത് എന്ന് വന്നു. അതുപോലെ നസീമ ഗേൾ ആയതുകൊണ്ട് തന്നെ ഫിഅല് മുദാരിഅൽ തക്തുബു എന്നായി മാറി. അതായത് ആദ്യത്തെ ലെറ്റർ യാ മാറി ത ആയി വന്നു. ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ സാമിറിന് യൽഅബു എന്നാണ് പറഞ്ഞത്. യൽഅബു എന്നാൽ ഹി ഈസ് പ്ലേയിങ്. ഇവിടെ സബ്ജക്റ്റ് ഒരു ബോയ് ആയതിനാൽ യൽഅബു യാ ആണ് ആദ്യത്തെ ലെറ്ററായി വരുന്നത്. അടുത്ത സെന്റൻസ് ഒന്നുകൂടെ നോക്കാം. അതും മുഅന്നസായ സെന്റൻസുകളാണ്. സഅദത് ഖദീജത്തു ഉമ്മഹ. ഖദീജ ഉമ്മയെ സഹായിച്ചു. സഅദത് സഹായിച്ചു. ഷീ ഹെൽപ്ഡ് അവൾ സഹായിച്ചു. അടുത്ത സെന്റൻസ് തുസാഇദു ഖദീജത്തു ഉമ്മഹ. ഖദീജ ഉമ്മയെ സഹായിക്കുന്നു. തുസാഇദു ഷീ ഈസ് ഹെൽപ്പിംഗ് അവൾ സഹായിക്കുന്നു. ആദ്യത്തെ സെന്റൻസിലെ
സഅദത്ത് എന്നത് അവൾ സഹായിച്ചു. സഅദ എന്ന വേർഡ് സബ്ജക്റ്റ് ഖദീജ എന്ന ഗേൾ ആയതിനാൽ സഅദത്ത് എന്നായി മാറി. അതുപോലെ തന്നെ ഫിഅല് മുളാരിഇൽ യുസാഇദു എന്നത് തുസാഇദു എന്നായി മാറി. ഫസ്റ്റ് ലെറ്റർ ത ആയി മാറി. നമുക്ക് ഫിഅല് മാളി വൽ മുളാരിഇൽ വരുന്ന പ്രത്യേകതകൾ എളുപ്പം കണ്ടുപിടിക്കാൻ എന്താണ് മാർഗമെന്ന് നോക്കാം. ഫിഅല് മുളാരിഇൽ വെർബുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ അലിഫ്, താ, യാ, നൂന് എന്നീ ലെറ്റേഴ്സിലായിരിക്കും. ഫിഅല് മുളാരി നമ്മൾ പറഞ്ഞു പ്രസന്റ് ടെൻസിനെയും അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിനെയും നമ്മൾ പറയും. ഫിഅല് മാളി പാസ്റ്റ് ടെൻസ്, ആ വേർഡിൻ്റെ അവസാന ലെറ്റർ സബ്ജക്റ്റ് മുഅന്നസ് ആണെങ്കിൽ ത വരും, അല്ലെങ്കിൽ അനയാണെങ്കിൽ അവസാനം തു വരും, അല്ലെങ്കിൽ നഹ്നു ആണെങ്കിൽ വേർഡിൻ്റെ അവസാനം ന എന്നും വരാം. ഇങ്ങനെ നമുക്ക് എളുപ്പം ഫിഅല് മാളി മുളാരി തിരിച്ചറിയാം. നമ്മൾ പഠിച്ച ഫിഅല് മാളി മുളാരി കോളം തിരിച്ചെഴുതിയിരിക്കുന്നതാണ്. ലഗൈബ കളിച്ചു, മുളാരിയിലായപ്പോൾ യൽഗബു, സറഗ മാളി, യസ്റഖു മുളാരി. ഇവിടെ രണ്ട് വേർഡും മുദക്കറാണ്, അതായത് മസ്കുലിൻ പുല്ലിംഗം. അടുത്തത് കത്തബത്ത് എഴുതി, അവൾ എഴുതി, മാളി. തക്തുബു അവൾ എഴുതുന്നു, സഅദത്ത് അവൾ സഹായിച്ചു, തുസാഇദു അവൾ സഹായിക്കുന്നു. ഈ വേർഡുകളെല്ലാം മുഅന്നസ് ആണ്, സ്ത്രീലിംഗം ഫെമിനൈൻ വേർഡ്സ്. നഖ്താറു മിനൻ നസ് നമുക്ക് പാഠഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കാം. പാഠഭാഗത്തു നിന്നും ഫിഅല് മാളി മുളാരി തിരഞ്ഞെടുക്കാനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ട് നിങ്ങൾ അതിലെ ഓരോ വേർഡിൻ്റെയും അർത്ഥം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫിഅല് മാളി മുളാരി എളുപ്പം കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മൾ പഠിച്ചു. പാഠഭാഗത്തു നിന്നും കണ്ടെത്തിയ കുറച്ച് വേർഡ്സ് പറയാം. ബന നിർമ്മിച്ചു, ഇൻഹദമ തകർന്നു, ഹദസത് സംഭവിച്ചു. ഇതെല്ലാം ഫിഅല് മാളി പാസ്റ്റ് ടെൻസ്. അൽ മുളാരി പ്രസന്റ് ഓർ ഫ്യൂച്ചർ ടെൻസ്. ഇതിൽ വരുന്ന വാക്കുകൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തിയത് അഖിഫു നിൽക്കുന്നു, യുസ്ബിഹു ആകുന്നു, സയഖൂമു നിർവഹിക്കൂ. ഇതിൽ കൂടുതൽ വാക്കുകൾ നമ്മുടെ ചാപ്റ്ററിലുണ്ട്. വീഡിയോ ക്ലാസ്സിൽ നിന്ന് പാഠഭാഗം നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള വേർഡ്സ് കൂടി കണ്ടെത്തി എഴുതുക. അടുത്തത് പേജ് നമ്പർ 11. നഖ്റഉൽ ഖിസ്സ വനസ്തഖ്രിജുൽ അഫ്ആല അൽ മാളിയ വൽ മുളാരി. നമുക്ക് കഥ വായിക്കാം, അതിൽ നിന്ന് ഫിഅല് മാളി വൽ മുളാരി കണ്ടെത്താം. പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും നമുക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാം. താഴെയായിട്ട് ഒരു കഥയാണ് തന്നിരിക്കുന്നത്. ഒരു പാസേജ് പോലെ നിങ്ങൾക്കൊരു കഥ തന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കാം നമുക്ക് എക്സാമിന് വരുന്നത്. ഇവിടുത്തെ കഥയ്ക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കഥ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾ ഫിഅല് മാളിയും മുളാരിയും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കഥ വായിക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ ഫിഅല് മാളിയിൽ വരുന്ന വേർഡ്സും അതുപോലെ തന്നെ ഫിഅല് മുളാരിയിൽ വരുന്ന വേർഡ്സും നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കണം. ഇതൊരു ഒനിയിൻ്റെയും ഒരു അജൂസിൻ്റെയും കഥയാണ്. ഒനി എന്നാൽ റിച്ച് മാൻ, ധനികൻ. അജൂസ് എന്നാൽ വൃദ്ധൻ, ഓൾഡ് മാൻ. ഫിഅല് മാളിയിലും മുളാരിയിലും വരുന്ന വേർഡ്സ് നിങ്ങൾ നോട്ട് ചെയ്തു പോവുക. കഥ വായിക്കാം. റജഅ ഗനിയുൻ ഇലാ ഖസ്രിഹി ഫീ ലൈലത്തിൻ ബാരിദ. ഒരു റിച്ച് മാൻ ഗനിയ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് തണുപ്പുള്ള ഒരു രാത്രിയിൽ മടങ്ങിപ്പോയി. റജഅ എന്നാൽ മടങ്ങിപ്പോകുക. ഖസ്ർ കൊട്ടാരം, ലൈലത്തിൻ ബാരിദ തണുപ്പുള്ള രാത്രി. റഅൽ ഗനിയു അജൂസൻ യഖിഫു അമാമ ബൈതിഹി. ഗനിയ് റിച്ച് മാൻ ഒരു അജൂസ് തൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായി കണ്ടു. റഅ കണ്ടു, അജൂസ് ഓൾഡ് മാൻ, യഖിഫു നിൽക്കുന്നു, അമാമ ഇൻ ഫ്രണ്ട് ഓഫ് മുമ്പിൽ,
ബൈത്ത് വീട്. അമാമ ബൈത്തിഹി അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ. ഫസഅലഹു അപ്പോൾ അദ്ദേഹം ചോദിച്ചു. സഅല എന്നാൽ ചോദിച്ചു. ഹൽ തശ്ഉറു ബിൽ ബർദ് നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? തശ്ഉറു ഫീൽ അനുഭവപ്പെടുക, ബിൽ ബർദ് തണുപ്പ്. അജാബൽ അജൂസ് അജൂസ് റിപ്ലൈ പറഞ്ഞു, മറുപടി പറഞ്ഞു. അജാബ നഅം യെസ്. ഖാലൽ ഗനിയ ഗനിയ പറഞ്ഞു. ഖാല പറഞ്ഞു. അദ്ഖുലുൽ ഖസ്റ വ ആമുറു ഖാദിമി അൻ യുഅ്തിക മിഅ്തഫൻ ഞാൻ എൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ച് എൻ്റെ സെർവൻസിനോട് നിങ്ങൾക്കൊരു കോട്ട് നൽകാനായി കൽപ്പിക്കാം. അദ്ഖുലു പ്രവേശിക്കുന്നു, ഖസ്ർ കൊട്ടാരം, ആമറു ഞാൻ കൽപ്പിക്കാം, ഖാദിമി എൻ്റെ സെർവൻസിനോട്, അൻ യുഅ്തീക നിങ്ങൾക്ക് നൽകുവാൻ, യുഅ്തി നൽകുക, മിഅ്തഫ് കോട്ട്. ഫഫരിഹൽ അജൂസ് അജൂസ് സന്തോഷിച്ചു. ഫരിഹ സന്തോഷിച്ചു. ലാകിന്നൽ ഗനിയ നസിയ വഅദഹു എന്നാൽ അജൂസ് തൻ്റെ വാഗ്ദാനം മറന്നു. വഅദഹു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം, നസിയ മറന്നു, ഫോർഗോട്ട്. ഫി സ്വബാഹി ലം യജിദൽ അജൂസ് രാവിലെ ആയപ്പോൾ അജൂസിനെ കണ്ടില്ല. ഫി സ്വബാഹ് ഇൻ ദ മോർണിംഗ്, ലം യജിദ് കണ്ടില്ല. ബൽ കാനത് ഹുനാക വറക്കത്തുൻ കുതിബ ഫിഹ എന്നാൽ അവിടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, വറക്കത്ത് ഉണ്ടായിരുന്നു, കുതിബ ഫിഹ അതിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ബൽ കാനത്ത് അവിടെ ഉണ്ടായിരുന്നു, കാനത്ത് ഉണ്ടായിരുന്നു, ഹുനാക് അവിടെ, വറക്കത്ത് ലെറ്റർ, കുതിബ ഫിഹ അതിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അയ്യുഹൽ അഖ് ഓ ബ്രദർ, കുന്തു അതഹമ്മലുൽ ബർദ തൂലൽ ലൈല ഞാൻ രാത്രി മുഴുവൻ ഈ തണുപ്പ് സഹിക്കുകയായിരുന്നു. കുന്തു ഞാൻ ആയിരുന്നു, അതഹമ്മലു സഹിക്കുക, അൽ ബർദ് തണുപ്പ്, തൂലൽ ലൈൽ രാത്രി മുഴുവൻ. ഇൻ തളർത്തുക ഇല സ്വബാഹ് ഞാൻ നിങ്ങളെ രാവിലെ മുഴുവൻ വെയിറ്റ് ചെയ്തു. ഇൻ തളറ കാത്തിരുന്നു, ഇല സ്വബാഹ് രാവിലെ വരെ. വലാഖിന്നക നസീതനി എന്നാൽ നിങ്ങൾ എന്നെ മറന്നു. വലാഖിന്നക എന്നാൽ നിങ്ങൾ, നസിയ മറന്നു. ഇതിൽ നിന്ന് നിങ്ങൾ ഫിഅല് മാലിയായ വേർഡ്സും മുലാരിയായ വേർഡ്സും ഞാൻ ഈ കഥ വായിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കഥയിലല്ല കാര്യം, ഫിഅല് മാലി മുലാരി കണ്ടെത്താനാണുള്ളത്. കഥ ചുരുക്കി പറയാം. ഒരു റിച്ച് മാൻ രാത്രിയിൽ തന്റെ കൊട്ടാരത്തിന് മുമ്പിലായി ഒരു വൃദ്ധനെ കണ്ടെത്തുന്നു. ധനികനായ മനുഷ്യൻ ആ വൃദ്ധനോട് താങ്കൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ താങ്കൾക്ക് ഒരു കോട്ട് നൽകാനായി എൻ്റെ സെർവൻസിനോട് പറയാം എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹം തന്റെ വാഗ്ദാനം മറക്കുകയാണ് ചെയ്തത്. എന്നാൽ രാവിലെ ആയപ്പോൾ അവിടെ വൃദ്ധനെ കാണാനില്ല, പകരം ഒരു ലെറ്റർ ആണ് ഉണ്ടായിരുന്നത്. ലെറ്ററിൽ എന്താണ് പറഞ്ഞത്? أيها الأخ كنت أتحمل البرد طول الليل وانتظرتك إلى الصباح ولكنك نسيتني സഹോദര, ഞാൻ രാത്രി ഉടനീളം തണുപ്പ് സഹിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളെ രാവിലെ വരെ കാത്തിരുന്നു, എന്നാൽ നിങ്ങൾ എന്നെ മറക്കുകയാണ് ഉണ്ടായത് എന്ന് വൃദ്ധൻ കത്തിലൂടെ ധനികനെ അറിയിച്ചു. ഇതാണ് നമ്മുടെ കഥ. അപ്പോൾ ഇനി നമുക്ക് കണ്ടെത്തിയ ഫിഅല് മാലി മുലാരി ഏതൊക്കെയാണ് എന്നുകൂടി നോക്കാം. പാഠഭാഗത്തു നിന്നും കണ്ടെത്തിയ കുറച്ച് ഫിഅല് മാലി മുലാരി ആയ വേർഡ്സ് ആണിത്. ഇതുകൂടാതെ ഇനിയും വേർഡ്സ് ഉണ്ട്. നിങ്ങളപ്പോൾ കഥയിൽ നിന്നും ബാക്കിയുള്ളവ കണ്ടെത്തി നോട്ട്ബുക്കിലേക്ക് എഴുതണം. അൽ മാലി പാസ്റ്റ് ടെൻസ്, റജഅ മടങ്ങി, റഅ കണ്ടു, സഅല ചോദിച്ചു, അജാബ ഉത്തരം നൽകി, ഖാല പറഞ്ഞു. അൽ മുലാരി പ്രസന്റ് ടെൻസ്, യഖിഫു നിൽക്കുന്നു, തശ്ഉറു അനുഭവപ്പെടുന്നു, അദ്ഖുലു പ്രവേശിക്കുന്നു, ആമുറു കൽപ്പിക്കുന്നു അല്ലെങ്കിൽ കൽപ്പിക്കും, യുഅ്തി നൽകും. ഇത് കൂടാതെ ഇനിയും
ഫിഅല് മാളിയായതും മുളാരിയായ വേർഡ്സ് നമ്മുടെ പാഠഭാഗത്തുണ്ട്. നിങ്ങളത് കഥ വായിച്ചപ്പോൾ കണ്ടെത്തി കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ശുക്രൻ ലക് വജസാക്കുമുല്ലാഹു ഖൈറൻ.